ശരിക്കും പറഞ്ഞാല് ഈ ഊട്ടി യാത്ര ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ വണ്ടറായിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഒറ്റ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് വൺ ഡേ ട്രിപ്പ് പോകാനായിരുന്നു എല്ലാവരുടെയും പ്ലാന്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ഒരു 4:30 ആ ടൈമിലൊക്കെയാണ് ഇറങ്ങിയിരുന്നത് വീട്ടിൽ നിന്ന്. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുക്കറോടെയാണ് കൊണ്ടുവന്നത്. കാരണം പ്ലാസ്റ്റിക് ഒന്നും അലൗഡ് അല്ല അങ്ങോട്ടെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ സ്റ്റീൽ പാത്രങ്ങളാണ് ഞങ്ങൾ കൂടുതലും കൊണ്ടുപോയത്. മസനഗുഡി വഴി ഊട്ടിയായിരുന്നു. ഒരിടയ്ക്ക് ഇതായിരുന്നില്ലേ ട്രെൻഡ്. അപ്പോൾ ഞങ്ങളും ആ ഒരു വഴി കൂടെ തന്നെയാണ് പോയത് ഊട്ടിയിലേക്ക്. രാവിലെ ആയതുകൊണ്ട് കുറെ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റിയിട്ടോ. എന്തായാലും അത്രയും ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടില്ല ആ ഒരു വഴി പോയപ്പം. കാട്ടുപോത്ത് അങ്ങനെയുള്ള ഐറ്റംസിനൊന്നും കണ്ടില്ല. ബാക്കി ഇതുപോലെയുള്ള മലയണ്ണാനെയും മാനിനെയും ആനേനെയും ഒക്കെ കണ്ട് അങ്ങനെ പോകുന്ന വഴിയെല്ലാം ഞങ്ങള് മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇതുപോലെ പീലി വിടർത്തി ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് കുറെ ആഗ്രഹിച്ചു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കണ്ട ഒരു മയിലിലാണ് ഇങ്ങനെ പീലി വിടർത്തി നിന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ഊട്ടിയിലെത്തി. ഊട്ടിയിൽ കാല് കുത്തിയതും ദാ കിടക്കുന്നു മഴയോട് മഴ. നമ്മളുടെ നാട്ടിലൊന്നും കിട്ടാത്ത രീതിയിലുള്ള അത്രക്കുള്ള മഴയായിരുന്നേ. പിന്നെ വണ്ടിയിലിരുന്ന് ഫുഡടി മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഒരുവിധം ആക്കി ഞങ്ങൾ വണ്ടിയിലിരുന്ന് തന്നെ. ഈ ട്രെയിൻ കാണുമ്പോണ്ടല്ലോ ഇപ്പോഴും ചിരിയാ വരുന്നത്. എന്തിനാണ് ടിക്കറ്റ് എടുത്ത് ചാടിപ്പിടിച്ച് കയറിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തന്നെ അറിയില്ല. എല്ലാവരും നഷ്ടക്കച്ചവടമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഫാമിലിയുടെ കൂടെ ആകുമ്പോഴത്തേ ആ മൊമെന്റ്സ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നതല്ലേ. അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ എല്ലാവരും എടുത്തു കേട്ടോ. പിന്നെ ഇതുപോലുള്ള ഷൂട്ടിങ്ങും അമ്പെയ്ത്തും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഞങ്ങൾ പങ്കെടുത്തു. മത്സരങ്ങൾ പോലെയാണ് ഞങ്ങൾ പങ്കെടുത്തത്. അടുത്തതായി എൻ്റെ മോളുടെ കലാപ്രകടനമാണ് ഈ കാണുന്നത്. അവൾക്ക് ആദ്യമായിട്ട് ഇതിനകത്ത് കയറണമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ കയറ്റി വിട്ടു. എളാപ്പയാണ് കൂടെ ഉള്ളത്. അവൾ ആദ്യം എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ അവളുടെ പേടി ആ സ്റ്റിയറിങ് വിട്ടാൽ എങ്ങാനും പോയി ഇടിച്ചാലോ എന്നായിരുന്നു. ലാസ്റ്റ് നമ്മൾ വന്നത് ഊട്ടിയിലെ ഗാർഡനിലേക്കാട്ടോ, ബൊട്ടാനിക്കൽ ഗാർഡനിൽ. അവിടെ വന്ന് കുറച്ചു നേരമൊക്കെ അവിടേക്ക് ഇരുന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ആകെ കുഴഞ്ഞു കേട്ടോ. രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ പിന്നെ ഒരിടത്ത് കയറാനുള്ള ഒരു മനസ്സ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്കാണ് വന്നത്. പിന്നെ പിറ്റേന്ന് തന്നെ ഞങ്ങൾ നാട്ടിലോട്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഊട്ടി വ്ലോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ.